ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരിക്കുന്ന പോലെ ഓവർ ദ വയറിൻ്റെ ബാൻഡിഡ് സീരീസാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓവർ ദ വയർ അല്ലെങ്കിൽ ബാൻഡിഡ് എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടാൽ ഒരു ഐഡിയ കിട്ടും. എന്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്, എന്താണ് ഓവർ ദ വയർ അല്ലെങ്കിൽ ബാൻഡിഡ് എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇന്ന് നമ്മൾ ഈ വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലെവൽ 0 തൊട്ട് ലെവൽ 2 വരെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ലെവൽ 0യുടെ ഫസ്റ്റ് ഗോൾ അല്ലെങ്കിൽ ലെവൽ 0 കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ SSH യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ SSH യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹോസ്റ്റിലേക്ക് കണക്ഷൻ എടുക്കണം. ഒരു യൂസർ നെയിം ഉണ്ടാകും, നമുക്ക് ഒരു ഹോസ്റ്റ് ഉണ്ടാകും, ഒരു പോർട്ട് നമ്പർ ഉണ്ടാകും. ആ പോർട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഹോസ്റ്റിൻ്റെ ആ പോർട്ടിലേക്കാണ് നമ്മൾ കണക്ഷൻ എടുക്കാൻ പോകുന്നത്. SSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ ഷെല്ലാണ്. സെക്യൂർ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ SSH എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സിസ്റ്റത്തിലേക്ക് സെക്യൂർലി കണക്ട് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് SSH. ഇവിടെ നമുക്ക് യൂസർ നെയിം വന്നിട്ടുണ്ട്. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ബാൻഡിഡ് 0 ആണ്. കണക്ട് ചെയ്യാനുള്ള പാസ്വേഡ് എന്ന് പറഞ്ഞാലും ബാൻഡിഡ് 0 ആണ്. കണക്ട് ചെയ്യേണ്ട സെർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ bandit.labs.overthewire.org എന്നാണ് കണക്ട് ചെയ്യേണ്ട സെർവറിൻ്റെ പേര് അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ പേര്. അല്ലെങ്കിൽ ഹോസ്റ്റ് ഡൊമൈൻ എന്ന് നമുക്ക് പറയാം. ഇവിടെ ഏത് പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ സാധാ ഒരു SSHൻ്റെ പോർട്ട് ഡിഫോൾട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ 22 ആണ്. എന്നാൽ ബാൻഡിഡ് സെർവറിൻ്റെ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2220 ആണ് ഇവിടെ നൽകിയിരിക്കുന്ന പോർട്ട്. ഈ പോർട്ട് നമ്മൾ കമാൻഡിൽ സ്പെസിഫൈ ചെയ്ത് വെക്കണം. അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാനുള്ള യൂസ് ചെയ്യുന്ന നമ്മൾ കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSH ആണ്. SSH യൂസ് ചെയ്ത് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSH bandit bandit 0, അതായത് നമ്മുടെ യൂസർ നെയിം എന്താണോ അതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. 0 @ നമ്മുടെ ഹോസ്റ്റ് നെയിം കൊടുക്കണം. ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bandit.labs.overthewire.org ഇതാണ് ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ ഹോസ്റ്റ്. ഇനി നമ്മൾ പോർട്ട് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. പോർട്ട് മെൻഷൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് -p. -p എന്ന് പറഞ്ഞാൽ പോർട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് -p എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവിടെ നൽകുന്ന പോർട്ട് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2220 ആണ് നമുക്കിവിടെ നൽകിയിരിക്കുന്ന പോർട്ട്. നമ്മൾ ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ നേരത്തെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമുക്കിവിടെ ക്വസ്റ്റ്യന് നൽകിയിട്ടുണ്ട്. ആ പാസ്വേഡാണ് bandit 0. നമ്മളിവിടെ bandit 0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ bandit 0യിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലായ 0 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ, അതായത് 0യിൽ നിന്ന് 1ലേക്ക് ലെവൽ 1ലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ 0യിൽ നമ്മൾ കണക്ഷൻ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഇനി ലെവൽ 1ലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ ലെവൽ 0യിൽ നിന്ന് നമുക്കൊരു പാസ്വേഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് ആ പാസ്വേഡ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ഫയൽ ഈസ് സ്റ്റോർഡ് ഇൻ എ ഫയൽ കോൾ റീഡ്മി ലൊക്കേറ്റഡ് ഇൻ എ ഹോം ഡയറക്ടറി. ഹോം ഡയറക്ടറിയിൽ ഒരു ഫയൽ ഉണ്ട്. ആ ഫയലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഫയൽ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക്, അതായത് ലെവൽ 1ലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പാസ്വേഡ് ആ ഫയലിലാണ് ഉള്ളത്. നമുക്ക് അത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് വെച്ചാൽ ls ആണ്. ls എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കറണ്ട് ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫോൾഡറിലുള്ള ഫയൽസ് ലിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ls.
സോ ls നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു റീഡ്മി എന്ന് പറഞ്ഞ ഫയൽ കിട്ടി. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അടുത്ത ഒരു ലെവലിലേക്കുള്ള പാസ്വേഡ് ഈ റീഡ്മി എന്ന് പറഞ്ഞ ഫയലിലാണ് ഉള്ളിലാണ് ഉള്ളത്. സോ നമ്മൾ ആ ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ക്യാറ്റ് എന്ന് പറയുന്നത്. ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ഫയൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെക്സ്റ്റ് ഫയലിൻ്റെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ക്യാറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് റീഡ്മി എന്ന് പറഞ്ഞ ഫയലിൻ്റെ കണ്ടൻറ്റ് കാണാം, അല്ലെങ്കിൽ കണ്ടൻറ്റ് നോക്കാം ക്യാറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ നമുക്കിവിടെ കൺഗ്രാജുലേഷൻ, നമുക്ക് അടുത്ത ലെവലിലേക്കുള്ള അല്ലെങ്കിൽ ലെവൽ 1 കണക്ട് ചെയ്യാനുള്ള പാസ്വേഡ് കിട്ടിയിരിക്കുന്നു. സോ ആ പാസ്വേഡ് നമ്മൾ കോപ്പി ചെയ്യുക. അടുത്ത ലെവലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണം. കറണ്ട് ലെവലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് ചെയ്തിട്ട് സെയിം നമ്മൾ യൂസ് ചെയ്ത പോലെ SSH യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ യൂസർ നെയിം മാറും. യൂസർ നെയിം നമ്മളിനി ഏത് ലെവലിലേക്കാണോ കണക്ട് ചെയ്യാൻ പോകുന്നത് ആ ലെവലിൻ്റെ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ലെവൽ 1 നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെവൽ 1 കണക്ട് ചെയ്യാൻ പോകുമ്പോൾ ലെവൽ ബാൻഡിറ്റ് 1 ഹോസ്റ്റ് നെയിം എന്താണോ അത് കൊടുക്കുക. സോ ഓരോ ലെവലിൻ്റെ യൂസർ നെയിം അല്ലെങ്കിൽ ലെവലിൻ്റെ ഇതായിരിക്കും യൂസർ നെയിമായിട്ട് വരിക. അപ്പോൾ നമ്മൾ അടുത്ത് കണക്ട് ചെയ്യാൻ പോകുന്നത് ലെവൽ 1 ആയതുകൊണ്ട് നമ്മളിവിടെ ബാൻഡിറ്റ് 1 എന്ന് കൊടുത്തു. സോ എന്നിട്ട് നമുക്ക് കിട്ടിയ പാസ്വേഡ് അവിടെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുന്നു, നമ്മളിവിടെ കണക്ട് ആയിരിക്കുന്നു. സോ അങ്ങനെ നമ്മൾ ലെവൽ 1 കടന്നിരിക്കുന്നു. സോ ഇനി ലെവൽ 1 ലെവൽ 1 നിന്ന് ലെവൽ 2 പോകാനുള്ള പാസ്വേഡ് എവിടെയാണ് സേവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ഫയൽ ഈസ് സ്റ്റോർഡ് ഇൻ എ ഫയൽ കോൾഡ് ഡാഷ്. സോ ഒരു ഡാഷ് എന്ന് പറഞ്ഞ ഫയലിലെ ആണ് സേവ് ചെയ്തിരിക്കുന്നത് പാസ്വേഡ്. ആ ഫയൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹോം ഡയറക്ടറിയിലാണ്. സോ നമുക്കപ്പം ഹോം ഡയറക്ടറിയിൽ നമ്മളിപ്പോൾ കറന്റ് ഹോം ഡയറക്ടറിയിലാണുള്ളത്. സോ നമുക്കിവിടെ ആ ഫയൽ ഉണ്ടോ എന്ന് നോക്കാം. സോ നമ്മൾ LS അടിച്ച് നോക്കുമ്പോൾ LS നമ്മൾ കഴിഞ്ഞ ഇതിൽ യൂസ് ചെയ്ത പോലെ തന്നെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഫയൽ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ഒരു ടെക്സ്റ്റ് ഫയൽ നമ്മൾ യൂസ് ചെയ്തു. സോ ആ ടെക്സ്റ്റ് ഫയൽ എങ്ങനെ റീഡ് ചെയ്യാം അല്ലെങ്കിൽ ആ ഡാഷ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫയലുകൾ എങ്ങനെ റീഡ് ചെയ്യാം എന്ന് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ യൂസ് പോലെ ഒരു ഫയലിൻ്റെ അകത്തെ കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്യാറ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ക്യാറ്റ് ./ പിന്നെ ഫയലിൻ്റെ പേരെന്താണോ അത്, ഫയലിൻ്റെ പേരായ നമ്മൾ ഡാഷ് എന്ന് കൊടുത്തു. സോ ഇത് നമ്മൾ നോക്കുന്നു. സോ നമ്മളിവിടെ ഡോട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കറണ്ട് ഡയറക്ടറി ആണ് ഡോട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുന്ന ഫയൽ നെയിം ആയതുകൊണ്ട് സേഫായി ആക്സസ് ചെയ്യാനാണ് നമ്മൾ ./ പിന്നെ ഫയൽ നെയിം ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് കിട്ടി. പാസ്വേഡാണ് നമുക്ക് രണ്ടാമത്തെ ലെവലിലേക്ക് കടക്കാനുള്ള ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് കിട്ടി. സോ അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക, കോപ്പി ചെയ്യുക. എല്ലാവരും ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുത്ത് അതിൽ കോപ്പി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ നമ്മൾ ലെവൽ 1 പാസ്വേഡ് നമ്മളിവിടെ കോപ്പി ചെയ്തു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കോഡ് ചാനലിൻ്റെ ലിങ്കും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടാകും. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.